കള്ളം പറയലും പ്രചരിപ്പിക്കലും പരിശുദ്ധ ഇസ്ലാം കഠിനമായി വിലക്കിയതാണ്. അതിരുവിടുന്ന തമാശകളും കുസൃതികളും പലപ്പോഴും അസത്യങ്ങളിലെത്തിയേക്കും. പെരുമാറ്റത്തിലും സംസാരത്തിലും സത്യസന്ധരാകേണ്ടവരാണ് യഥാർത്ഥ സത്യവിശ്വാസി. കളവ്, കാപട്യം, വഞ്ചന, വെട്ടിപ്പ് എന്നിവയൊന്നും അവൻ്റെ സ്വഭാവത്തിൽപ്പെട്ടതല്ല. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇങ്ങനെ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വിശ്വാസിയിൽ നിന്ന് ചില ദുർബല നിമിഷങ്ങളിൽ മറ്റേത് തെറ്റ് സംഭവിക്കാൻ സാധ്യതയുണ്ടെങ്കിലും കളവ് എന്നിവ ഏത് സാഹചര്യത്തിലും യഥാർത്ഥ വിശ്വാസിയിൽ നിന്നുണ്ടാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും വെറുപ്പുള്ള സ്വഭാവം കളവായിരുന്നു. മുസ്ലിങ്ങളിൽ ആരെങ്കിലും കളവ് പറയാനുള്ള സാഹചര്യമുണ്ടായാൽ അവർ ആത്മാർത്ഥമായി തൗബ ചെയ്യുന്നതുവരെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാനസിക സംഘർഷം അനുഭവിച്ചിരുന്നു. അസത്യത്തിൻ്റെ വക്താക്കൾക്ക് ഇസ്ലാമിൽ യാതൊരു പരിഗണനയുമില്ല. മലക്കുകൾ ഇത്തരക്കാരിൽ നിന്ന് അകന്നു നിൽക്കാനാണ് ഇഷ്ടപ്പെടുക. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ ഒരു കളവ് പറഞ്ഞാൽ അത് കാരണം വമിക്കുന്ന ദുർഗന്ധം നിമിത്തം മലക്കുകൾ അവനിൽ നിന്ന് അകലുന്നതാണ്. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയുന്നു, കളവ് പറഞ്ഞാൽ മാത്രം ലഭിക്കുന്ന നേട്ടങ്ങൾ വേണ്ടെന്ന് വെച്ച് സത്യം തന്നെ പറയലാണ് യഥാർത്ഥ സത്യസന്ധത. രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രസ്താവന സ്മരണീയമാണ്. സത്യം പറഞ്ഞത് കാരണം നേരിടേണ്ടി വരുന്ന തിരിച്ചടികളാണ് കളവ് പറഞ്ഞ് ലഭിക്കുന്ന ഉയർച്ചയേക്കാൾ ഏറ്റവും പ്രിയങ്കരം. കളവ് ശീലമാക്കിയവർക്കുള്ള ശിക്ഷ കഠിനമാണ്. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ വേദനാജനകമായ ഒരു സ്വപ്നം കണ്ടു. ഒരാൾ തൻ്റെ വായ തുറക്കുന്നു, തത്സമയം 2 പിളർപ്പായി അത് കീറുന്നു. ഇത് പലവരും ആവർത്തിക്കപ്പെടുന്നു. അത് കള്ളം പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തവർക്കുള്ള ശിക്ഷയാണെന്ന് 2 പേർ വന്ന് എനിക്ക് വിശദീകരിച്ചു തന്നു. അന്ത്യനാൾ വരെ ഇത് തുടരുകയും ചെയ്യും. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, കളവ് തമ്മാടിത്തത്തിലേക്കും തമ്മാടിത്തം നരകത്തിലേക്കും നയിക്കുമെന്നുണ്ട്. കളവ് പതിവാക്കിയവൻ അള്ളാഹുവിൻ്റെ അടുക്കൽ നുണയൻ എന്നാണ് അറിയപ്പെടുന്നത്. കൈപ്പുള്ളതാണെങ്കിലും സത്യം മാത്രമേ പറയാവൂ. കളവിൻ്റെ പര്യവസാനം ദുഃഖവും സത്യത്തിൻ്റേത് സന്തോഷവുമായിരിക്കും. സ്വഹാബീവര്യനായ കഅബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. തബൂക്ക് യുദ്ധത്തിന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും പുറപ്പെട്ടപ്പോൾ കഅബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സാഹചര്യം തീർത്തും അനുകൂലമായിരുന്നു. മുസ്ലിം സൈന്യത്തിൽ ചേരണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അതിനു വേണ്ടി ഒരുക്കങ്ങൾ നടത്തി. പക്ഷേ എന്തുകൊണ്ടോ അത് പൂർത്തിയായില്ല. അദ്ദേഹം യുദ്ധത്തിന് പോയതുമില്ല. യുദ്ധം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ പോകാതെ മാറി നിന്ന പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കളവ് പറഞ്ഞു രക്ഷപ്പെട്ടു. പക്ഷേ കഅബ് റളിയല്ലാഹു അൻഹു സത്യം തുറന്നു പറഞ്ഞു. അദ്ദേഹം ബോധിപ്പിച്ചു, നബിയെ, യുദ്ധത്തിൽ ചേരാതിരിക്കാൻ പറയത്തക്ക കാരണങ്ങളൊന്നും എനിക്കുണ്ടായിരുന്നില്ല. അങ്ങയോടല്ലാതെ മറ്റാരോടെങ്കിലുമായിരുന്നെങ്കിൽ എനിക്ക് കളവ് പറഞ്ഞ് രക്ഷപ്പെടാമായിരുന്നു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രതിവദിച്ചു, താങ്കൾ സത്യം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് താങ്കളുടെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലാവിൻ്റെ തീരുമാനം വരുന്നത് വരെ മാറി നിൽക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പന പ്രകാരം എല്ലാവരും അദ്ദേഹം ബഹിഷ്കൃതനായി. മറ്റു പലരും കള്ളം പറഞ്ഞു രക്ഷപ്പെട്ടതുപോലെ രക്ഷപ്പെടാത്തതിന് അടുപ്പക്കാർ പലരും കുറ്റപ്പെടുത്തി. ബഹിഷ്കരണം കൂടുതൽ ശക്തമായി. ആൾക്കൂട്ടത്തിൽ ഏകാന്തതയുടെ തീക്ഷ്ണത ദിവസങ്ങളോളം അനുഭവിച്ചു. പ്രലോഭനങ്ങളും വൻകിട വാഗ്ദാനങ്ങളുമായി ഇസ്ലാമിന് പുറത്തുള്ള പലരും അദ്ദേഹത്തെ സമീപിച്ചു നോക്കി. പക്ഷേ ആ സത്യസന്ധന് മുന്നിൽ അവർക്കെല്ലാം നിരാശരായി മടങ്ങേണ്ടി വന്നു. വന്നുപോയ അപരാധത്തിൽ അദ്ദേഹം ഉള്ളുരുകി പശ്ചാത്തപിച്ചു. 50 ദിവസത്തിന് ശേഷം കഅബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പശ്ചാത്താപം സ്വീകരിച്ചതായി അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലാവിനെ സൂക്ഷിക്കുക, സത്യസന്ധരോടൊപ്പം അണിനിരക്കുകയും ചെയ്യുക. ഈ സൂക്തത്തോടെയാണ് കഅബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വിഷയത്തിൽ ഇറങ്ങിയ ആയത്തുകളെ അല്ലാഹു അവസാനിപ്പിച്ചത്.